നമുക്ക് വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിക്കാനുണ്ട്. 7 പതിറ്റാണ്ടുകാലത്തെ പ്രൗഢമായ ചരിത്ര പാരമ്പര്യത്തെ മനസ്സോട് ചേർത്ത് വെച്ചുകൊണ്ട് അസാധ്യമായതൊന്നുമില്ല. നമുക്ക് അല്ലാഹുവിലേക്ക് പരമേൽപ്പിച്ച് ഈ ഉമ്മത്തിന് വേണ്ടിയിട്ട്, ഈ രാജ്യത്ത് ജീവിക്കുന്ന മനുഷ്യന് വേണ്ടിയിട്ട് ഒരുപാട് നന്മകൾ ചെയ്തു ജീവിച്ച് മരിക്കണം. ആ ജീവിതമാണ് ഏറ്റവും നല്ല ജീവിതം. ആ ജീവിതമാണ് ഏറ്റവും സംതൃപ്തമായ ജീവിതം. അങ്ങനെ ഒരു ജീവിതത്തെ കൊതിക്കുന്ന നിങ്ങളോട് ആത്മീയതയുടെ വഴിയിൽ നിന്നുകൊണ്ട് അനുഗ്രഹീതരായ പ്രവാചകർ പറഞ്ഞു വെച്ച ഒരു വാചകം കൂടെ സൂചിപ്പിക്കട്ടെ. ആ വാചകം എന്താണ്? സഹോദരങ്ങളെ, അവിടുന്ന് പറയുകയാണ്, ഒരു വ്യക്തിയുടെ ആവശ്യ നിർവഹണത്തിന് വേണ്ടി ഒരാൾ അദ്ദേഹത്തോടൊപ്പം സഞ്ചരിക്കുകയാ. ഒരാളുടെ പ്രയാസങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി അവനൊരു ജോലി വേണം. ഇപ്പോൾ ജോലിയില്ല എങ്കിൽ എനിക്ക് പരിചയമുള്ള ഒരാളുണ്ട്, അയാളെ ഒന്ന് സമീപിച്ച് ഇയാൾക്കൊരു ജോലി വാങ്ങിക്കൊടുത്താലോ? അല്ല, ഗവൺമെന്റ് തലത്തിൽ ഒരു ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യണം, അതിന് പരിശീലനം വേണം, അത് നിർവഹിക്കാനുള്ള ആലോചനകൾ, ഇങ്ങനെ തുടങ്ങിയിട്ട്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചില ആവശ്യങ്ങൾ, ഒരു വ്യക്തിയുടെ വ്യത്യസ്തങ്ങളായ ആവശ്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അത് നിർവഹിക്കാൻ വേണ്ടി അദ്ദേഹത്തെയും കൂട്ടി നടക്കുന്ന വ്യക്തിയുണ്ടല്ലോ, സഞ്ചരിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, വ്യത്യസ്ത ഇടങ്ങളിൽ കയറി ഇറങ്ങുന്ന വ്യക്തിയുണ്ടല്ലോ, ആ വ്യക്തിയോട് ലോകത്തിന്റെ നേതാവ് സയ്യിദുൽ അബ്റാർ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, അങ്ങനെ നടക്കുന്ന മനുഷ്യൻ അഹബ്ബു ഇലയ്യ മിൻ അൻ അഅ്തകിഫ ഫീ ഹാദൽ മസ്ജിദ്, മസ്ജിദുൻ നബവിയുടെ വിശുദ്ധമായ അകത്തളത്തിൽ നിന്ന് ലോകാനുഗ്രഹിയായ പ്രിയപ്പെട്ട പ്രവാചകര് സന്തോഷത്തിന്റെ മനസ്സോടെ പറയുന്ന വാചകം എന്താണ്? ഇങ്ങനെ നടക്കുന്ന കൂട്ടുകാരാ, നിന്നോട് എനിക്ക് പറയാനുള്ളത്, ഒരു റക്അത്തിന് 1,00,000 പ്രതിഫലം, അല്ലെങ്കിൽ 10,000 പ്രതിഫലം. മസ്ജിദുൻ നബവിയുടെ അകത്തു നിന്നൊരു തസ്ബീഹ് ചൊല്ലിയാൽ, നിങ്ങളൊരു കുറച്ചു സമയം എഴുത്തിക്കാഫിരുന്നാൽ, നിങ്ങളൊരു റക്അത്ത് നിസ്കരിച്ചാൽ, സൃഷ്ടാവിന്റെ സവിധത്തിൽ ഏറ്റവും ഉന്നതമായ കർമ്മഫലം ലഭിക്കുന്ന കേന്ദ്രമാണത്. ആ കേന്ദ്രത്തിൽ ഇരുന്നു കൊണ്ട് ലോകത്തിന്റെ നായകര് മനുഷ്യന്റെ പതിതമായ സാഹചര്യങ്ങളെ സ്നേഹത്തിന്റെ മനസ്സോടെ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രഖ്യാപിക്കുന്നത്. ഓ സഹോദര, നിങ്ങൾ ഈ മസ്ജിദുൻ നബവിയിൽ അല്ലാഹുവിലേക്ക് മനസ്സു ചേർത്ത് വെച്ചുകൊണ്ട് എഴുത്തിക്കാഫിരിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം എന്താണ്? നിങ്ങൾ പ്രയാസപ്പെടുന്ന ഒരു മനുഷ്യന്റെ പ്രയാസത്തെ അകറ്റുന്നതിന് വേണ്ടി സഞ്ചരിക്കലാണ്, അവന്റെ കൈപിടിച്ച് അവനെ ചേർത്തു നിർത്തി സഞ്ചരിക്കലാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഏതെങ്കിലും ഒരു ദിവസം മദീന പള്ളിയിൽ ഇരിക്കുന്നതിനേക്കാൾ എന്നല്ല പറഞ്ഞത്, പിന്നെയോ ഒരു മാസക്കാലയളവ് മസ്ജിദുൻ നബവിയിൽ ഇരിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം നിങ്ങൾ ആ കൂട്ടുകാരന്റെ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വേണ്ടി അവനെയും കൂട്ടിയിട്ട് നടക്കലാണെന്ന് പ്രിയപ്പെട്ട പ്രവാചകര് പറയുമ്പോ അവിടെയും പറഞ്ഞവസാനിപ്പിച്ചില്ല, അവിടെയും നിർത്തിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് വീണ്ടും, ഒരു സഹോദരന്റെ ആവശ്യ നിർവഹണത്തിന് വേണ്ടി അവനോടൊപ്പം സഞ്ചരിക്കുമ്പോൾ, അവനോടൊപ്പം സമയം ചെലവഴിക്കുമ്പോൾ, ആ സമയം ചെലവഴിക്കുന്നതിന് പകരം നിങ്ങൾക്ക് ലഭിക്കുന്നത് പടച്ച റബ്ബിന്റെ ഭയാനകരമായ കോടതിയിൽ, പാരത്രികമായ ലോകത്ത് എല്ലാവരും ബേജാറാകുമ്പോ, കാലിടറുന്ന സന്ദർഭത്തിൽ നിങ്ങൾ കുറച്ചു നിൽക്കുന്ന കാലുകൾ ആവശ്യമുണ്ടോ? ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ കൂടെ ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ പ്രയാസങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി നിങ്ങൾ അവന്റെ കൂടെ സമയം ചെലവഴിക്കുക എന്ന് ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ
7 പതിറ്റാണ്ടുകാലത്തെ പ്രവർത്തന വഴിയിലെ സാന്ത്വന സേവന പ്രവർത്തനങ്ങളുടെ പ്രൗഢമായ ചരിത്ര സന്ധികളെ മനസ്സുകൊണ്ട് ഓർമ്മിച്ചെടുക്കുമ്പോ ഏതൊക്കെ ഘട്ടങ്ങളിൽ മനുഷ്യര് പ്രയാസപ്പെടുന്നുണ്ടോ ആ പ്രയാസപ്പെടുന്ന കാലത്ത് മുഴുവനും ഈ മഹത്തായ പ്രസ്ഥാനത്തിന്റെ കർമ്മകുശലതയുള്ള പ്രിയപ്പെട്ട യൗവനത്തിന്റെ തുടിപ്പുള്ള കൂട്ടുകാർ കോതയിലിറങ്ങിയിട്ട് എല്ലാം മറന്ന് കഠിനാധ്വാനം ചെയ്തതിന്റെ സന്തോഷകരമായ കാഴ്ചകൾ കഴിഞ്ഞ കാലത്ത് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഓ സഹോദരങ്ങളെ, നമ്മെ അതിന് പ്രചോദിപ്പിച്ചത്, നമുക്കതിന് ഊർജം നൽകിയത്, നമുക്കതിന് വളർച്ച നൽകിയത്, നമുക്കതിന് ആവേശം നൽകിയത്, നമുക്കതിന് കരുത്ത് നൽകിയത് ഭൗതികമായ ലോകത്തിന്റെ സ്ഥാനമാനങ്ങളല്ല, ഇവിടെയുള്ള അധികാരങ്ങളല്ല, ഇവിടെയുള്ള അംഗീകാരങ്ങളല്ല, ഇവിടെയുള്ള എന്തെങ്കിലും നമ്മെ രസിപ്പിക്കുന്ന കാര്യങ്ങളല്ല. പിന്നെയോ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പരിശുദ്ധരായ പ്രവാചകര് പറഞ്ഞു വെച്ച വിശുദ്ധമായ വചനത്തിന്റെ ആ ഒരു ആത്മഫലത്തിലാണ് നമ്മൾ ഇത്രയും കാലം ജീവിച്ചു പോയത്, നമ്മൾ ഈ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുള്ളത്. ആ ഒരു ആത്മബലത്തിൽ തന്നെയാണ് ഇനിയുള്ള ദിവസങ്ങളിലും ഇനിയുള്ള കാലങ്ങളിലും ഈ മഹത്തായ പ്രസ്ഥാനത്തിന്റെ ഓരോ പ്രവർത്തകർക്കും ഇത്തരം ഉന്നതമായ ദൗത്യങ്ങൾ നിർവഹിക്കാനുള്ളത് എന്ന് സ്നേഹത്തിന്റെ ഭാഷയിൽ ഈ സന്ദേശ പ്രഭാഷണത്തിന്റെ ഭാഗമായി പ്രിയപ്പെട്ട കരുത്തുറ്റ പ്രവർത്തകരോട് ഓർമ്മപ്പെടുത്തുകയാണ്.